ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ? കേക്കാം, പറഞ്ഞോ. ഞാൻ ഇവിടെ എത്തിട്ടോ. ഞാൻ ഇവിടെ എത്തി. നീ എവിടെ? ഞാൻ ഈ പാർക്കില് ലെഫ്റ്റ് സൈഡില് തേർഡ് ബെഞ്ച്. ഓക്കെ ഓക്കെ, ഞാൻ നോക്കട്ടെ. കുറെ നേരമായി വന്നിട്ട്. അല്ല, എപ്പോഴും നേരത്തെ ആയിരുന്നോ? ഇപ്പം എന്താ ലേറ്റ് ആയേ? എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അതില്ല. അല്ല, എന്തു പറഞ്ഞ ചാടിയ വീട്ടിൽ നിന്ന്? നിന്നെ കാണാൻ വരുന്ന പറഞ്ഞപ്പോ അമ്മ ഒന്ന് തുറച്ചു നോക്കി. പിന്നെ അച്ഛനടുത്ത് പറഞ്ഞപ്പോ പോയി കണ്ടിട്ടെന്നോളാൻ പറഞ്ഞു. അച്ഛൻ പുള്ളിയുടെ ഹെൽത്ത് ഒക്കെ എങ്ങനെയുണ്ട്? പുള്ളിയായിരുന്നല്ലോ നമ്മുടെ കഥയിൽ ആന്റഗോണിസ്റ്റ്. നീ ആളാകെ മാറിയുന്നു. എനിക്കെന്ത് മാറ്റം? 3 കൊല്ലം കഴിഞ്ഞ് നീ കാണുന്നുണ്ട് തോന്നുന്നതാ. പക്ഷെ എന്നെക്കാളും നിനക്ക് എന്തൊക്കെയൊരു മാറ്റമുള്ളത് പോലെ. ഉണ്ടാവും. ഞാൻ പ്രഗ്നന്റ് ആണ്. എനിക്കൊരു പെൺകൊച്ചു മതി. ഈ പെൺകൊച്ചാ നല്ലത്. അതപ്പോൾ ഈ ഫാദേഴ്സിനോടെ കുറച്ച് കൂടുതൽ സ്പെഷ്യൽ അടുപ്പം കാണും. എന്നാ എനിക്ക് ഈ ആൺകൊച്ചു മതി. എൻ്റെ സൈഡിൽ ആൾക്കാർ എനിക്ക് വേണം. നിന്റെ സൈഡിലും മുന്നിലും ബാക്കിലൊക്കെ നിൽക്കാൻ ഞാനില്ലേ? എങ്ങനെയുണ്ട് മാരേജ് ലൈഫ്? കൊള്ളാം. പെട്ടെന്നുള്ളൊരു കല്യാണം ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊരു ഫ്ലോപ്പ് റിലേഷൻഷിപ്പ് ആയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. എന്നെ വെച്ച് ഫുൾ ഹാപ്പിയാണെന്നല്ല, കുറച്ച് അണ്ടർസ്റ്റാൻഡിങ്ങും നല്ല അഡ്ജസ്റ്റ്മെന്റ്. ഒരു നോർമൽ മാരേജ് പോലെ. റിലേഷൻ പോലെ. എനിക്കെന്ത് റിലേഷൻ? വീട്ടില് ആരൊക്കെ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒന്നും കാര്യമാക്കാറില്ല. ഹലോ, ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മാരേജ്. അതിനിങ്ങനെ കെയർലെസ് ആയിട്ട് കാണല്ലോ. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ കെയർ ചെയ്തതാണ് നീ. എന്നിട്ട് അതിപ്പോൾ ലാസ്റ്റ് എന്താ ഉണ്ടായേ? വിധിച്ചതേ നടക്കും. നീ ഇപ്പോഴും മോണായിട്ടില്ലോ. നിനക്കറിയോ ഈ റിലേഷൻഷിപ്പിലെ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള കാര്യം എന്താണെന്ന്? അത് മ്യൂച്വലി ബ്രേക്കപ്പ് ആവുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മളിൽ ഒരാൾ തേച്ചിട്ടാണ് പോയിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് മറക്കാനും വെറുക്കാനും ഒരു കാരണമായേനെ. ഇതിപ്പോൾ മ്യൂച്വലി ഒരു ബ്രേക്കപ്പ് ആകുമ്പം മറക്കാനും വെറുക്കാനും ഒന്നും ഒരു റീസൺ ഇല്ല. പിന്നെ ലൈഫിൽ നിന്നെപ്പോലെ ഒരു പാർട്ട്ണറാണ് കൂടെ കിട്ടുന്നതെങ്കിൽ പിന്നെ പറയും വേണ്ട. സാരു, ശരിക്കും ഈ ലോകത്ത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്താ അറിയോ? അത് ഇന്ത്യ റിലേഷൻഷിപ്പ് ആണ്. അത് നീ എങ്ങനെ പറഞ്ഞു? നമ്മുടെ അങ്ങനെയായിരുന്നില്ല. പിന്നെ വേണ്ടത് സമാധാനമാണ്. അത് നമ്മുടെ റിലേഷൻഷിപ്പ് ഉണ്ടാവേ. ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തുണ്ടായ കേട്ടില്ലേ? ബ്യൂട്ടിഫുൾ തിങ്സ് വോണ്ട് ലാസ്റ്റ് ഫോർ എവർ. നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മുടേതാണെന്നല്ലേ, അതുകൊണ്ടാണ് അത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കുമ്പോൾ ചില മൂമെൻറ്റ്സ് നമുക്ക് ഇഷ്ടപ്പെട്ടേക്കാം. ഈ എൻ്റെ അർജുന കാര്യം പോലെ എനിക്കിപ്പോൾ 100% കൊടുക്കാൻ പറ്റുമോ? നമുക്ക് വേണം തോന്നിയ എന്ത് കാര്യം കിട്ടും. പക്ഷേ അതിനൊരു എഫേർട്ട് എടുത്താൽ പോകും. ഞാൻ ഫുഡ് എന്തില്ലെന്ന് ആരാ പറഞ്ഞു? അല്ല, നീ എന്താ പറഞ്ഞേ? എനിക്ക് മനസ്സിലായില്ല. അല്ല, ഞാൻ എഫേർട്ട് ഇട്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നാൻ കാരണം എന്താ? നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് എൻ്റെ വീട്ടിൽ പെണ്ണ് കാണാവുന്ന സമയത്ത് നീ നിന്റെ ഫ്രണ്ടും ഇഷ്ടമാക്കിയത്? എൻ്റെ അച്ഛൻ്റെ അതെല്ലാം അങ്കിൾമാരുടെ വധഭീഷണിയും അമ്മയുടെ ഇമോഷണൽ ഡാമേജ് ഒക്കെ അല്ലേ? ദൈവമേ, നീ ഒന്ന് എന്നെ ഓർപ്പിക്കില്ലേ? എനിക്ക് അന്ന് നൈറ്റ് ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നീ വീട്ടിലുണ്ടായിരുന്നില്ല, പക്ഷെ നിന്റെ ഇക്ക ഉണ്ടായിരുന്നു.
അന്ന് ഇക്ക എന്നെ നല്ല ചിട്ട പറഞ്ഞാണ്. നീ നിന്റെ വീട്ടുകാരെ വേണ്ട പറഞ്ഞ് നടക്കുന്നത് ഞാൻ കാരണമാണ്. അതുപോലെ തന്നെ ഞാൻ നീയുള്ള കല്യാണം നടക്കുന്നു തോന്നുന്നുണ്ടോ, നമ്മുടെ വീട്ടുകാരെ സമ്മതിക്കും തോന്നുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അകത്ത് ഓവർ കോൺഫിഡൻസ് കാരണം ഞാൻ നടക്കുന്നൊക്കെ പറഞ്ഞായിരുന്നു. എന്നിട്ട് ഞാൻ ഒരു 10-15 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ ഒരു കോൾ പോലും എടുത്തില്ല. പിന്നെ നിൻ്റെ അടുത്തുള്ള ദേഷ്യം കാരണം എനിക്ക് വേറെ വഴിയും ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛൻ്റെ അടുത്ത് നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ നോക്കിയ ആളിനെ തന്നെ കെട്ടി. പക്ഷേ നീ അന്ന് ആ ഫോൺ കോൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ആ ഒരു ലൈഫ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷാരൂൺ 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 ആർദ്ദൊളിപ്പിക്കാൻ ഇങ്ങനെ വേഗം നടക്കുന്നേ? എനിക്കൊരു ബോധമില്ലേ? ഞാൻ പ്രഗ്നന്റ് അല്ലേ? എടി സോറി, ഞാൻ അറിയാതെ അപ്പോഴത്തെ ഒരു ഇതിൽ സോറി. കുഴപ്പമില്ല. അല്ല, ഞാൻ നിന്നെ കാണുമ്പോൾ ചോദിക്കുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വിളിക്കുമ്പോൾ നീ എവിടെയായിരുന്നു? ഞാൻ വിളിച്ച അന്ന് നിന്നെ കിട്ടില്ല എന്ന് ഉറപ്പായപ്പോ ഒരു പെഗടിക്കാൻ പോയതാ. ശീലയില്ലാത്തതുകൊണ്ട് ആദ്യത്തെ പെഗിൽ തന്നെ ഓഫായിപ്പോ. അപ്പോൾ നീ കോൾ വന്നില്ല? കോളോ? ഇല്ല, എൻ്റെ ഫോൺ എൻ്റെ ഇക്കാടയിലായിരുന്നു. അപ്പം ഇക്ക എൻ്റെ കോൾസൊക്കെ ഡിഞ്ചതാണല്ലോ. അപ്പോൾ മനസ്സിലായില്ലേ? എൻ്റെ അച്ഛൻ മാത്രമല്ല നിൻ്റെ ഒരു വില്ലനായിരുന്നു. നമ്മളൊന്നിക്കാൻ വിളിച്ചിട്ടില്ലെങ്കിൽ ഇതിനിപ്പോൾ എത്ര എഫേർട്ട് ഇട്ട് ഒരു കാര്യമില്ല. ഇനി 15 മിനിറ്റ് ബസ് വരാം. ഈ കുറച്ച് ആഗ്രഹം കഴിയും ഇന്നും എൻ്റെ ലൈഫിൽ വീണ്ടും കാണാണ്ടിരിക്കട്ടെ. എനിക്കും അത് തന്നെ. പിന്നെ ഫോൺ തന്നു എന്തിനാ? താ. ഒരു മാറ്റമില്ലല്ലോ. മുന്നത്തെ അതേ പാസ്വേഡ്, ഒരു മാറ്റമില്ല. എനിക്കേ മാറ്റമില്ല, പിന്നല്ലേ എൻ്റെ ഫോണിന്. പേരും അതേപോലെ, എൻ്റെ പേരും 2 ഹാർട്ട്. ഇനി എൻ്റെ ആവശ്യം തോന്നുന്നു. അങ്ങനെ നീ ഫോൺ നമ്പർ മാറ്റിയാലും എനിക്ക് നിന്നെ മനസ്സിൽ നിന്ന് പോകണ്ടേ? അതുണ്ടാവില്ല. എന്നാലും വാട്സപ്പിൽ ഞാൻ DP ചേഞ്ച് ചെയ്തൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതിന് എനിക്ക് നിന്റെ നമ്പർ കാണാതെ അറിയാമല്ലോ. ഞാൻ പറഞ്ഞ അത് ചെയ്യില്ല എന്ന് നിന്നേക്കാൾ വന്നിട്ട് എനിക്കറിയാം. പിന്നെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻ? എന്ത് ഫ്യൂച്ചർ പ്ലാൻ? ഒരു കല്യാണം കഴിക്കണം, 1-2 കുട്ടികൾ, അങ്ങനെ പോകണം. നല്ലൊരു പ്ലാനാണ്. പിന്നെ നിന്റെ കല്യാണത്തിന് എന്നെ വിളിക്കും. എന്തായാലും നീ ചെയ്ത് എൻ്റെ തര പോലൊന്നും ഞാൻ ചെയ്യില്ല. നീയും നിന്റെ ഹസ്ബൻഡും വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും എല്ലാവരുമായിട്ട് വാ. ഞാൻ എന്തായാലും വരും. നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ മരിഞ്ഞു കയറി വരും. എന്നിട്ട് വേണം നിന്റെ ഫ്യൂച്ചർ വൈഫ് ഫ്രണ്ട് കാണാൻ. എന്നിട്ട് ഞാൻ ആൾക്ക് മാർക്ക് ഇടും. ആഹാ, അങ്ങനെയാണെങ്കിൽ നിന്റെ ചെക്കന് ഞാൻ മാർക്ക് ഇട്ടെ. അയ്യടാ, അവൻ 10 കാലത്ത് എനിക്കറിയാം. ഇനിയും തള്ളിയത് നിന്റെ ബസ് പോവും. അയ്യോ, ബസ് അതിന് എന്താ പറയാ? അല്ല, കുറച്ചേരം കൂടെ നമുക്ക് സംസാരിച്ചിരിക്കാമല്ലോ എന്ന് കരുതി. അപ്പോ ഇതാണല്ലോ നമ്മുടെ ലാസ്റ്റ് മീറ്റ്. ലാസ്റ്റ് മീറ്റ്